ജുറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെയുണ്ട്. അപ്പോൾ ഈ ടെറിട്ടറിയെക്കുറിച്ച് ഭരണഘടന പറയുന്ന ആ ടെറിട്ടറി അല്ലാത്ത ഭാഗങ്ങൾ ചേർത്ത് ഇന്ത്യയുടെ മാപ്പ്, എന്നിട്ടൊരു സ്ത്രീയെ പ്രതിഷ്ഠിക്കുന്നു, അവിടെ ഒരു കാവിക്കൊടി കൊടുക്കുന്നു, എന്നിട്ടത് ഭാരതാംബയാണെന്ന് RSS ആണ് പറയുന്നത്. എന്നിട്ട് RSS രാഷ്ട്രസ്നേഹം അതിൻ്റെ പേരിൽ വിളമ്പുകയാണ്. ഗണഗീതത്തിൻ്റെ കാര്യത്തിലും അതെ, അതാണ് ലാൽകുമാർ ചൂണ്ടിക്കാണിച്ചത്. നിങ്ങളുടെ ആ അത്തരം ആക്ഷൻസ് ഭരണഘടനാ വിരുദ്ധമാണ്, അത് പാലിക്കേണ്ട ബാധ്യത ഇന്ത്യൻ പൗരനില്ല. അതാണ് ലാൽകുമാർ പറഞ്ഞതിൻ്റെ പച്ച മലയാളം. നന്ദു, അല്ല, ഞാൻ ശ്രീ ലാൽകുമാറിനോട് ചോദിക്കുന്നത്, ഇപ്പോഴും ചങ്കില ചൈനയിൽ തന്നെയല്ലേ അദ്ദേഹവും പ്രവർത്തിക്കുന്നത് അല്ലേ? മാറിയിട്ടില്ലല്ലോ അല്ലേ? മാറിയിട്ടില്ലല്ലോ. ടെറിട്ടോറിയലാണ് അമേരിക്ക വർദ്ധിപ്പിച്ചതിന് ശേഷം ഞാൻ ചോദിച്ചത് താങ്കൾ പറഞ്ഞ ഇരട്ടവാദത്തെയാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. അദ്ദേഹം അങ്ങനെ ഇരട്ടവാദം പറഞ്ഞില്ല. അദ്ദേഹം ചൈനയെ കുറിച്ചേ പറഞ്ഞില്ല. അദ്ദേഹം ലാൽകുമാർ പറഞ്ഞത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ തന്നെയല്ലേ താങ്കൾ പ്രവർത്തിക്കുന്നത്? താങ്കൾ അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഞാനത് തെറ്റാണെന്നല്ല പറഞ്ഞത്. മാറിയിട്ടുണ്ടോ? മാറിയിട്ടുണ്ടോ? ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയല്ലേ താങ്കൾ പ്രവർത്തിക്കുന്നത്? ഞാൻ ഒറ്റ ചോദ്യമുള്ളൂ. എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് സൂമിൽ ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് പല കാര്യങ്ങളും കേൾക്കുന്നത്. വ്യക്തമാണ്, താങ്കൾ പറയുന്ന എല്ലാം വ്യക്തമാണ്, താങ്കൾക്ക് ധൈര്യമായി പറയാം. ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. ചങ്കിലെ ചൈന എന്ന് പറഞ്ഞ് ഇദ്ദേഹം നമ്മളോട് പുച്ഛിക്കുകയല്ലേ ചെയ്തത്. ഈ ചങ്കിലെ ചൈനയോട് നിങ്ങൾക്ക് പുച്ഛം ഉണ്ടെങ്കിൽ എന്തിനാണെന്ന് അങ്ങോട്ട് പോകുന്നേ? എന്റെ ചോദ്യം എന്തിനാ അങ്ങോട്ട് പോയി കെട്ടിപ്പിടിക്കുന്നേ? ബുദ്ധിമുട്ടുണ്ട് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത്. അല്ല ലാൽകുമാർ സർ, താങ്കൾ മുദ്രാവാക്യം വിളിക്കുന്നവരാമള് സർവ്വരാജ്യ തൊഴിലാളികളെ അതിനകത്ത് സംശയമില്ല. നിങ്ങൾക്ക് ആ കാര്യത്തിൽ നിങ്ങൾ പറയുമ്പോൾ സർവ്വരാജ്യ തൊഴിലാളികളെ താങ്കൾക്ക് എന്ത് അധികാരമുള്ളത്? സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിളിക്കാം. പക്ഷേ ഈ രാഷ്ട്രം ഇന്നലകളിൽ എങ്ങനെയായിരുന്നോ അതുപോലെ തിരിച്ചുണ്ടാവണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ അങ്ങനെ ആശിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ അധികാരം. അതാണ് പ്രശ്നം. ഞാൻ അധികാരം അല്ല, അങ്ങനെയല്ല. ലാൽകുമാർ സാർ ഇത്രയും നേരം പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ നന്ദു ഇവിടെ വിളിക്കുന്നത് വിളിക്കാത്തതല്ല പ്രശ്നം. അദ്ദേഹം പറഞ്ഞത് താങ്കൾ പറയുന്ന ഒരു പോയിന്റിനെതിരായ ഒരു പോയിന്റാണ് അദ്ദേഹം താങ്കൾ എന്നെ വിളിക്കേണ്ട പ്രശ്നമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ഇരട്ടത്താപ്പ് പറയുമ്പോ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇരട്ടത്താപ്പ് പറയുമ്പോൾ സ്വാഭാവികമായി ഭരണഘടനയാണോ കൃത്യമായി പറയുകയും ചെയ്യേണ്ടതാണ്. ഭരണഘടനയുടെ ടെറിട്ടറിയെ കുറിച്ച് പറയുന്നതാണോ ഇരട്ടത്താപ്പ്? അല്ല, അദ്ദേഹം ഭരണഘടനയുടെ ടെറിട്ടറി പറഞ്ഞപ്പോ അദ്ദേഹം അവസാനം പറഞ്ഞു നിർത്തിയ വാക്കെന്താ? എന്താണ് പറയും? നിങ്ങൾ പറയും, ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. എന്താണ് എങ്ങനെയാണ് ഒരു ഭരണ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ടെറിട്ടറിക്ക് അകത്തുള്ള കാര്യങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതി എന്ന് ഞാനും പറയും. പൊളിറ്റിക്കലി നിങ്ങൾ എന്തിനാ കഫിയ ധരിക്കുന്നത് ഞാൻ ചോദിക്കും. അല്ല, താലിബാനെ ശ്ലാഘിക്കുന്നത് അവർ തിരിച്ചു ചോദിക്കും. നിങ്ങൾ എന്തിനാണ് താലിബാനെ ശ്ലാഘിക്കുന്നതെന്ന് അവർ തിരിച്ചു ചോദിക്കും. നിങ്ങൾ എന്തിനാണ് ചൈനയിൽ പോയി ഷീ ജിൻപിങ്ങുമായി കൈയെടുക്കുന്നതെന്ന് അവർ ചോദിക്കും. മറുപടി പറയേണ്ടി വരും നിങ്ങൾക്ക്. മറുപടി പറയാൻ ചോദ്യം കേട്ടില്ല ഭായി. പറയൂ നന്ദു, നന്ദുവിന് എന്താണ് ലാൽകുമാറിൽ നിന്ന് അറിയേണ്ടത്? അല്ല, ഞാൻ അദ്ദേഹത്തിനോട് പറയുന്നത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു സ്വയം സേവൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ BJP-കാരൻ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അഖണ്ഡ ഭാരതം എന്നുള്ളത് എന്റെ കൺസെപ്റ്റാണ്. ഞാൻ ഒരിക്കലും ലാൽകൃഷ്ണ വന്നിട്ട് നിങ്ങൾ ആ കൺസെപ്റ്റ് ഏറ്റെടുക്കണം, നിങ്ങൾ ആ കൺസെപ്റ്റിൽ പ്രവർത്തിക്കണം ഞാൻ പറഞ്ഞിട്ടില്ല. ലാൽകുമാർ അതിന് മറുപടി പറയട്ടെ. ലാൽകുമാർ അതിന് മറുപടി പറയട്ടെ. ചോദ്യം കേട്ടല്ലോ. അതായത് അഖണ്ഡ ഭാരതം എന്ന അവരുടെ സങ്കല്പം, നിങ്ങൾക്ക് സർവ്വരാജ്യ തൊഴിലാളികളെ എന്ന് വിളിക്കാം, അവർക്ക് അഖണ്ഡ ഭാരതം വെച്ചുകൂടെ? അങ്ങനെ ആശയപരമായ
ഒരു കാര്യം അവർ മുമ്പോട്ട് വെക്കുന്നതിന് നിങ്ങൾ എന്തിനെ എതിർക്കുന്നു? ഇതാണ് അദ്ദേഹം അതെ ചോദിച്ചത്. അതെ ലാൽകുമാർ, അതെ മറുപടി. അതെ 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 ഇതാണ് ഇനി ദയവ് ചെയ്ത് ഇടപെടുന്നത്. എനിക്ക് കേൾക്കുന്നതിന് വലിയ ലിമിറ്റേഷൻ ഉണ്ട്. അത് അജിംഷാദ് ഇടപെടാൻ പാടില്ല. ഓക്കെ ഓക്കെ. ഞാൻ ചോദിക്കുന്നത്, സർവ്വരാജ്യ തൊഴിലാളികളെ എന്നുള്ള പാട്ട് നിങ്ങൾ KSRTC ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞങ്ങൾ വലിച്ചാൽ നിങ്ങൾ സമ്മതിക്കുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇത്രേ ഉള്ളൂ. നിങ്ങൾ വന്ദേ മാതരം അല്ലെങ്കിൽ ഈ പറയുന്ന ഗണഗീതം പാടണോ പാടണ്ട എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാ, അതിനകത്ത് സംശയമില്ല. ഈ പറയുന്ന ആർട്ടിക്കിൾ 12 കിടക്കുന്ന സ്റ്റേറ്റിന്റെ ഡെഫിനിഷനിൽ വരുന്ന ഒരു സ്ഥാപനത്തിനകത്ത് നിങ്ങൾ ഈ പറയുന്ന ഉദ്ഘാടന സമയത്ത് ഞാൻ സർവ്വരാജ്യ തൊഴിലാളികളെ എന്നുള്ള മുദ്രാവാക്യം അല്ലെങ്കിൽ ആ പറയുന്ന ഗീതം പാടിക്കൊണ്ട് നമ്മൾ തുടങ്ങിയാൽ നിങ്ങൾ സമ്മതിക്കുമോ? വ്യക്തമാണ് നന്ദു. പെട്ടെന്ന് എനിക്ക് ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. കൈരളി ന്യൂസിന്റെ, കൈരളി TV-യുടെ 25ാം വാർഷികത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കുന്നു. ഇവിടെ ലാൽകുമാർ സൂചിപ്പിച്ചത് സർവ്വരാജ്യ തൊഴിലാളികളെ എന്ന ആശയം ഞങ്ങൾ വ്യക്തമാക്കും, പക്ഷേ സർക്കാരിന്റെ ഔദ്യോഗിക ചെലവിലുള്ള പരിപാടികളിൽ അത് ഞങ്ങൾ പറയില്ല. ഇതാണ് ലാൽകുമാർ പറഞ്ഞു. പക്ഷെ നിങ്ങളത് പറഞ്ഞു. അവിടെയാണ് പ്രശ്നം. പെട്ടെന്ന് സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു ഗീതം പാടുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ രാഷ്ട്രത്തിന്റെ ആശയത്തെ, അല്ലെങ്കിൽ രാഷ്ട്രം എന്ന് പറയുന്ന ആശയത്തെ, ഭാരതം എന്ന് പറയുന്ന ആശയത്തെ, അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്ന നമ്മുടെ എല്ലാം ജീവിക്കുന്ന ഈ രാഷ്ട്രത്തെ, ആ രാഷ്ട്രത്തിനെ പുകഴ്ത്തി പാടുന്നതിൽ എന്താണ് തെറ്റ്? എന്റെ ചോദ്യം അവിടെയാണ്. രാഷ്ട്രത്തിനെ പുകഴ്ത്തി പാടാൻ ദേശീയ ഗാനമുണ്ട്. അതുപോലെ തന്നെ ഫാൻസിയും ഒക്കെ ഈ നാടിന് വേണ്ടിയിട്ട് സ്വയം അർപ്പിതപ്പെട്ടവരാണ്. വിവേകാനന്ദനും സ്വാമി വിവേകാനന്ദൻ അടക്കമുള്ളവർ ഈ നാടിന് വേണ്ടി അർപ്പിക്കപ്പെട്ടവരാണ് എന്ന് ഒരു ഗീതത്തിൽ പാടുമ്പോ എന്റെ പരമപവിത്രമായ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേവനങ്ങൾ ഉണ്ട് ഇവിടെ എന്ന ഗീതത്തിൽ എന്താണ് പ്രശ്നം? അജിംഷാദേ, ഇദ്ദേഹം പാടണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. RSS പാടണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് സ്റ്റേറ്റിന്റെ പ്രോഗ്രാമിൽ പറ്റാൻ പാടില്ല. അദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് ഇതിനകത്ത് വലിയ മൂല്യം കണ്ടെത്തുന്നുണ്ട്. നന്ദുവിനോട് മൂല്യം കണ്ടെത്തേണ്ടെന്ന് നമ്മൾ പറഞ്ഞോ? നരേന്ദ്രമോദി അതിനകത്ത് മൂല്യം കണ്ടെത്തേണ്ടെന്ന് നമ്മൾ പറഞ്ഞോ? ആർഷഭാരതം എന്ന് പറഞ്ഞ വലിയ ഭാരതവർഷം എന്ന് പറഞ്ഞ അഫ്ഗാനിസ്ഥാനും പഴയ വൈഡൂര്യ ദേശം ഇറാനും ഉൾപ്പെടെയുള്ള ഒരു ദേശം രാജ്യമായി വരുന്നു. ആയിക്കോട്ടെ, അപ്പൊ ആലോചിക്കാം. ഇപ്പൊ ഈ ഭരണഘടനയ്ക്കകത്ത് നിൽക്കുമ്പം ഭരണഘടനാ സ്ഥാപനം ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഭാരതാംബ, ഈ പറയുന്ന ഭാരതവർഷത്തിന് മുന്നിൽ നിൽക്കുന്ന ഭാരതാംബയാണെങ്കിൽ സൗകര്യപ്പെടില്ല എന്ന് തന്നെ പറയാനുള്ളൂ. അതിനൊരു സംശയമില്ല.